മുന്നറിയിപ്പുമായി ഇസ്രായേലിന്റെ പുതിയ വ്യോമസേനാ മേധാവി മേജർ ജനറൽ ഒമർ ടിഷ്ലർ ചാർജ് എടുത്തു. ടിഷ്ലർ ചാർജ് എടുത്തതോടെ ഇറാനെ ചാമ്പലാക്കാൻ ഇനി ഇസ്രായേൽ വ്യോമസേന പൂർണ്ണമായും അണിനിരക്കുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിക്കുന്നു. അതൊരു വെറും പറച്ചിലല്ല, ഇറാനെ പൂട്ടാനൊരുങ്ങിയുള്ള ഇസ്രായേലിന്റെ അന്ത്യ പ്രഖ്യാപനമാണ്. ലോകരാഷ്ട്രങ്ങൾ ഇസ്രായേലിന്റെ നീക്കത്തെ കാണുന്നത് ആകുലതയോടെ. 1981 ഇറാഖിലെ ആണവ നിലയം തകർത്ത ഓപ്പറേഷൻ ഓപ്ര, 2007 സിറിയൻ ആണവ നിലയം തകർത്ത ഓപ്പറേഷൻ ഓർക്കാഡ്, ഇത് ഇസ്രായേൽ വ്യോമസേനയുടെ കൃത്യത എന്താണ് എന്ന് ലോകത്തിന് കാട്ടിക്കൊടുത്ത ഓപ്പറേഷനുകളാണ്. ഒമർ ടിഷ്ലർ തന്റെ സൈന്യത്തെ ഇന്ന് സജ്ജമാക്കുമ്പോൾ വലിയൊരു ആശങ്കയ്ക്കാണ് പശ്ചിമേഷ്യ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. വെറുമൊരു ഭീഷണി എന്നതിനപ്പുറം സാങ്കേതികമായും സൈനികമായും ഇറാനെതിരെ ഒരു സമ്പൂർണ്ണ യുദ്ധം വരുന്നു. ഇസ്രായേൽ വ്യോമസേന ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് വേണം ടിഷ്ലറുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ. ഇസ്രായേൽ വ്യോമസേനയുടെ കമാൻഡർ ടോമർ ബാറിൽ നിന്ന് ചുമതല ഏറ്റെടുത്ത ഉടനെയായിരുന്നു അദ്ദേഹത്തിന്റെ ഈ നിർണായക പ്രഖ്യാപനം പുറത്തു വന്നത്. ഹോർമൂസിനെ വിറപ്പിക്കാൻ F-16 വിമാനങ്ങളും സൂപ്പർ ഹോർണറ്റ്സും സീഹോക്കും അപ്പാച്ചിയും. അമേരിക്കയുടെ സർവ്വസന്നാഹ നീക്കം, ഇറാനിലെ നീക്കങ്ങൾ ഞങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്നാണ് വിവരങ്ങൾ. ആവശ്യമായ ഘട്ടത്തിൽ വ്യോമസേനയുടെ മുഴുവൻ യുദ്ധവിമാനങ്ങളെയും ഇറാനിലേക്ക് വിന്യസിക്കാൻ ഞങ്ങൾ സർവ്വസജ്ജമാണെന്നാണ് ഒമർ ടിഷ്ലർ പറയുന്നത്. ഇറാന്റെ ഭൂഗർഭ ആണവ നിലയങ്ങളെയും സൈനിക കേന്ദ്രങ്ങളെയും ലക്ഷ്യം വെക്കാൻ ശേഷിയുള്ള അത്യാധുനിക ആയുധ ശേഖരമാണ് ഇസ്രായേലിനുള്ളത്. അദൃശ്യനായ വേട്ടക്കാരനായ F-35 അതിർ എന്ന ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ആയുധം F-35 സ്റ്റെൽത്ത് വിമാനങ്ങളാണ്. റഡാറുകളുടെ കണ്ണുവെട്ടിച്ച് ഇറാന്റെ പ്രതിരോധ മേഖലയിലേക്ക് കടന്നു കയറാൻ ഇവ തയ്യാർ. റഷ്യൻ നിർമ്മിത S-300 മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ നിഷ്പ്രഭമാക്കാൻ ശേഷിയുള്ള ഏക വിമാനമാണ് ഇത്. ദീർഘദൂര ആക്രമണത്തിന് റാമുണ്ട്. ഉയർന്ന അളവിൽ ബോംബുകളും മിസൈലുകളും വഹിക്കാൻ റാമിന് സാധിക്കും. ദീർഘദൂരം തടസ്സമില്ലാതെ പറക്കാനും റാമിന് സാധിക്കും. ഇസ്രായേൽ പ്രധാനമായും ആശ്രയിക്കുന്നത് ഈ കരുത്തനെ. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ പലതും മലകൾക്കുള്ളിലും ഭൂമിക്കടിയിലുമാണ്. ഇത് തകർക്കാൻ ഇസ്രായേലിന്റെ പക്കൽ US നിർമ്മിത GBU-28, GBU-72 തുടങ്ങിയ ബങ്കർ ബസ്റ്റർ ബോംബുകളുണ്ട്. ആയിരക്കണക്കിന് അടി മണ്ണും കോൺക്രീറ്റും തുളച്ചു കയറി സ്ഫോടനം നടത്താൻ ഇവയ്ക്ക് സാധിക്കും. ബോയിങ് 707 വിമാനങ്ങളെ ഇന്ധനം നിറയ്ക്കുന്ന ടാങ്കറുകളായി ഇസ്രായേൽ ഉപയോഗിക്കുന്നുണ്ട്. പുതിയ KC-46A ടാങ്കറുകൾ ഇസ്രായേൽ വാങ്ങുകയും ചെയ്യുന്നു. ഇതോടൊപ്പം തന്നെ ഇസ്രായേൽ സൈനിക ശേഷി വർദ്ധിപ്പിക്കുകയാണ്. അതിന്റെ ഭാഗമായി ലോക്ഹീഡ് മാർട്ടിൻ, ബോയിങ് കമ്പനികളിൽ നിന്ന് 2 പുതിയ യുദ്ധവിമാന സ്ക്വാഡ്രണുകൾ വാങ്ങാൻ ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയം അനുമതി നൽകിയിരുന്നു. $100 കോടി ചിലവ് വരുന്ന കരാർ രാജ്യത്തിന്റെ പ്രതിരോധ മേഖലയിലെ വലിയൊരു കുതിച്ചുചാട്ടമാണ്. ഷീൽഡ് ഓഫ് ഇസ്രായേൽ എന്ന നവീകരണ പദ്ധതിയുടെ ഭാഗമായി F-35, F-15 എന്നീ അത്യാധുനിക യുദ്ധവിമാനങ്ങളാണ് ഇസ്രായേൽ സ്വന്തമാക്കുന്നത്. അടുത്ത 10 വർഷത്തിനുള്ളിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന 350 ബില്യൺ ഷെക്കൽ, അതായത് 11 ലക്ഷം കോടിയിലധികം രൂപ പ്രതിരോധ നവീകരണ പദ്ധതിയുടെ ആദ്യഘട്ടമായിട്ടാണ് ഈ നീക്കം. ഒക്ടോബർ 7 ശേഷം സുരക്ഷാ സാഹചര്യങ്ങൾ മാറിയിരുന്നു. അത് കണക്കിലെടുത്താണ് സൈനിക ബജറ്റിലും യുദ്ധവിമാനങ്ങളുടെ എണ്ണത്തിലും വർധന വരുത്താൻ ഇസ്രായേൽ തീരുമാനിച്ചത്. ഇതനുസരിച്ച് F-35 വിമാനങ്ങളുടെ എണ്ണം 50-ൽ നിന്ന് 100ആയി. F-15 വിമാനങ്ങൾ 25-ൽ നിന്ന് 50-ഉമാകും. പുതിയ വിമാനങ്ങൾ എത്തുന്നതോടെ ഇസ്രായേൽ വ്യോമസേനയിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിക്കുന്നു. സ്വയം നിയന്ത്രിത വിമാന സംവിധാനങ്ങൾ, അടുത്ത തലമുറ പ്രതിരോധ കവചങ്ങൾ, ഇവയ്ക്ക് പുറമെ ബഹിരാകാശ യുദ്ധതന്ത്രങ്ങൾ കൂടി ഉൾപ്പെടുന്ന രീതിയിലായിരിക്കും സേനയുടെ വിപുലീകരണം. ഇറാനുമായുള്ള സമീപകാല സംഘർഷങ്ങൾ വ്യോമശക്തിയുടെ പ്രാധാന്യവും US-ഉമായുള്ള തന്ത്രപരമായ ബന്ധത്തിന്റെ അനിവാര്യതയും വ്യക്തമാക്കിയതായി ഇസ്രായേൽ പ്രതിരോധ വക്താക്കൾ പറയുന്നു. വിദേശ രാജ്യങ്ങളെ അമിതമായി ആശ്രയിക്കുന്നത് ഒഴിവാക്കാൻ ആയുധ നിർമ്മാണ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന ലക്ഷ്യം കൂടി ഈ പദ്ധതിയോടൊപ്പമുണ്ടെന്ന് ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി. അത്യാധുനികമായ സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയും ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങളുമുള്ള ഈ വിമാനങ്ങൾ 2030ഓടെ ഇസ്രായേൽ സേനയുടെ ഭാഗമാകും. എന്തായാലും ഇസ്രായേൽ കടുപ്പിക്കുകയാണ് ഇറാന് അതിശക്തമായ മറുപടി നൽകാൻ. ന്യൂസ് ഡെസ്ക് കർബാനസ്.